എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഭരണി നക്ഷത്രക്കാർക്ക് ഈ മെയ് മാസം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മെയ് മാസം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മെയ് മാസം ഒത്തിരി പ്രത്യേകതകളുള്ളൊരു മാസമായിട്ടാണ് കാണിക്കുന്നത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ്. എന്തായാലും എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. ആദ്യം തന്നെ നൈറ്റ് ഓഫ് വോൺസ് ആൻഡ് ഏസ് ഓഫ് കപ്സ് എനർജി, അതേപോലെ തന്നെ ഹൈ പ്രീസ്റ്റ്, 8 ഓഫ് വോൺസ് എനർജി, 7 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആൻഡ് നൈറ്റ് ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നൈറ്റ് ഓഫ് വോൺസ് ആൻഡ് 7 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒത്തിരി പോസിബിലിറ്റീസ്, സാധ്യതകളുള്ളൊരു സമയമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യത്തെ ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനെ, അത് നമ്മൾ പറയില്ലേ, കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക, വരാൻ പോകുന്നതിനെക്കുറിച്ച് ആങ്ഷ്യസ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ ഉണ്ടാക്കിക്കൊണ്ടുവരാമെന്നൊക്കെ നമ്മൾ പറയും. ആ ഒരു എനർജിയാണ് നിങ്ങളുടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷനായി സ്വയം ടെൻഷൻ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ അനാവശ്യമായിട്ട് ചിന്തയുടെ ആവശ്യമില്ല, പക്ഷെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ആലോചിച്ച് തീരുമാനിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാൻ. എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഇത്തിരി ഉദാരമനസ്കരായിരിക്കും ഈ ഒരു സമയത്ത്. അപ്പോൾ ആരെന്ത് ചോദിച്ചാലും, ഇപ്പോൾ നമ്മൾ ആരെന്ത് ചോദിച്ചാലും തഥാസ്തു അനുവദിച്ചു കൊടുക്കുന്ന ഒരു രീതി. അപ്പോൾ കണ്ണടിച്ചിട്ട് എന്ത് ചോദിച്ചാലും ഓക്കെ എന്ന് പറയാതെ ഏതാണ് ഓക്കെ, ഒരാളൊരു കാര്യം ചോദിച്ചാൽ അതെന്താണ്, എന്തിനാണ്, എങ്ങനെയാണ്, അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ച് നീട്ടിക്കൊണ്ടു പോവുക. പിന്നെ ഓക്കെ ഒന്ന് നോക്കട്ടെ, ചെക്ക് ചെയ്തിട്ട് പറയാമെന്നുള്ള രീതിയിലായിരിക്കണം ഭൂരിഭാഗം സമയങ്ങളിലും നിങ്ങൾക്ക് പലരോടുമുള്ള മറുപടി. കാരണം നിങ്ങൾ അപ്പം തന്നെ യെസ് പറയുമ്പോൾ അതിൻ്റെ പുറകിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ അതെന്താണ്, അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ്, അതായത് നോ പറയേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അത് നിങ്ങൾ ആലോചിച്ചിട്ട് മറുപടി പറയുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു എനർജി പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. മറ്റാളുകളിൽ നിന്ന് നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഒന്നുമില്ല, സാമ്പത്തികമായിട്ടുള്ള ഇടപാട് കാര്യങ്ങളല്ല, മറിച്ചും നിങ്ങളുടെ എനർജിയാണ്, നിങ്ങളുടെ ഊർജം. മറ്റാളുകൾ നിങ്ങളുടെ ഊർജം വലിച്ചെടുക്കാൻ, പോസിറ്റീവ് എനർജി വലിച്ചെടുക്കാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ആ പോസിറ്റീവ് എനർജി വലിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിൽ തന്നെ വയ്ക്കുക, മറ്റുള്ളവർക്ക് അത് വലിച്ചെടുക്കാൻ നിന്ന് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇതിനൊരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പല ആളുകളും നിങ്ങളുടെ ഉള്ളിലൊരു പ്രതീക്ഷയുണ്ട്, ഇന്ന കാര്യം ഇങ്ങനെ നടക്കും, ഇന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന രീതിയായി ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ ചില ആളുകൾ വന്നിട്ട് അതിനൊന്നും സാധ്യത വളരെ കുറവാണ്. ചില ആളുകളുണ്ട്, നമ്മൾ നല്ല വലിയ കാര്യമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ അതിനൊക്കെ ചാൻസ് കുറവാണ്, അല്ലെങ്കിൽ അതൊക്കെ ഇങ്ങനെയാണ്, ഇതൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൊരു സംസാരങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള രീതികളും സംസാരങ്ങളൊക്കെ വന്ന് നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങളിൽ നിന്ന് തന്നെ അസ്തമിക്കാൻ അവർ ഭയങ്കരമായിട്ട് ഉത്സാഹഭരിതരായിട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ പറഞ്ഞു തുടങ്ങുമ്പോഴേ ഓക്കെ തിരക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നുകിൽ അവിടെ നിന്ന് മാറിപ്പോവുക, അതല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ എൻ്റർടൈൻ ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ളവരോട് സംസാരിക്കാനേ പോകാതിരിക്കുക. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ അങ്ങനെയൊക്കെ പോകുന്നു എന്ന് പറഞ്ഞ് അതവിടെ നിർത്താനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളുടെ ഊർജ്ജം നല്ല രീതിയിൽ നിലനിർത്താനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ചില പ്രായമായിട്ടുള്ള കാരണവന്മാർ, അല്ലെങ്കിൽ ഈവൻ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം വീട്ടിലുള്ള ആളുകളും അങ്ങനെയായിരിക്കാം, പാരൻസും അച്ഛനോ അമ്മയോ പോലും. കാരണം അവർ നെഗറ്റിവിറ്റി മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ. ചിലപ്പോൾ എന്തെടുത്താലും നോ പറയുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. പിന്നെ 8 ഓഫ് കപ്സ് ആൻഡ് 8 ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ പക്ഷെ ഫാമിലി മെമ്പേഴ്സും ജനറലി, അതായത് എക്സെപ്റ്റ് ഒരു ടോക്സിക് അബ്യൂസീവ് ഫാമിലി മെമ്പേഴ്സ് അല്ലാത്തവരാണെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ വളരെ നല്ലൊരു ബോണ്ടിങ് ഉണ്ടാകുന്നത്. പൊതുവേ നല്ലൊരു ബോണ്ടിങ് ആണെങ്കിലും ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഒത്തിരി സമയം ഒരുമിച്ച് ചിലവഴിക്കുക, ഒരുമിച്ച് കൂടി ചേരുക, സംസാരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്.
അതേപോലെ തന്നെ അടുത്തിടയ്ക്കായിട്ട് കുറച്ച് ബോറായിട്ട് ഫീൽ ചെയ്യുന്നൊരു സമയമാണ്. എപ്പോഴും ബോറടിക്കുന്ന ഒരു ഫീലിംഗ് ആണെങ്കിൽ ബോർഡൊക്കെ മാറ്റി തരുന്നൊരു സമയമാണ്. കാരണം ഇപ്പോൾ നന്നായിട്ട് എൻഗേജ് ചെയ്തിരിക്കാൻ പറ്റുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പൊതുവേ വീക്കെൻഡ്സിലോ അല്ലെങ്കിൽ വീക്ക് ഡേയ്സിലൊന്നും പുറത്തു പോകാത്ത ആളുകളും വീക്കെൻഡ്സിലോ മാത്രമല്ല വീക്ക് ഡേയ്സിലും എല്ലാ ദിവസവും പുറത്തു പോവുകയോ എൻജോയ് ചെയ്യുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ പ്രണയ സാക്ഷാത്കാരമൊക്കെ ഉള്ള സമയമാണ്. പുതിയ പ്രണയത്തിലേക്ക് വീടാം. അതായത് ആ ഒരു പ്രായത്തിൽ നിൽക്കുന്നവർ ആദ്യ പ്രണയമൊക്കെ സംഭവിക്കുന്ന ഒരു സമയമാവാൻ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഇത് നിങ്ങളെ സംബന്ധിച്ച് യാത്രകൾ സാധ്യമാകുന്നൊരു സമയമാണ്. യാത്ര എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഒത്തിരി ദൂരത്തേക്ക് തന്നെ ആയിരിക്കണം എന്നില്ല, പെട്ടെന്ന് തീരുമാനിക്കുന്ന യാത്രകളും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ 2 ദിവസം മുമ്പ് വരെ ഒന്നും തീരുമാനിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു വീക്കെൻഡ് കുറച്ച് ദൂരത്തേക്കുള്ള സുന്ദരമായിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയാലോ എന്ന് നിങ്ങൾ പെട്ടെന്ന് അങ്ങ് തീരുമാനിക്കുമായിരിക്കും ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു രീതിയും നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഒത്തിരി സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് തീരുമാനിച്ചിട്ട് പോകുന്നൊരു യാത്ര വളരെ സുന്ദരമായിട്ടുള്ള ഒരു യാത്രയാണ് അത് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ഹാപ്പി ആയിട്ട് നിങ്ങൾ യാത്ര പോയി വരുന്ന ഒരു സിറ്റുവേഷൻ എന്നുള്ളത് സൂചിപ്പിക്കുന്നു ഈ ഒരു എനർജി. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യാത്ര പഠന സംബന്ധമായിട്ട് കാണിക്കുന്നു. ഇപ്പോൾ ചില ആളുകൾ ഇപ്പോൾ സ്റ്റഡി ടൂർ പോകുന്നത് സ്കൂൾ കോളേജിൽ നിന്നൊക്കെ, അപ്പോൾ അത് റിസർച്ചുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള യാത്രകൾ, റിസർച്ച് സ്കോളർ പഠിത്തമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള യാത്രകൾ, കമ്പനി കോൺഫറൻസസ്, ഇതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒന്നുകിൽ പഠനമായിട്ട് ബന്ധപ്പെടുത്തി എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള യാത്രകൾ, കോൺഫറൻസസ്, സെമിനാർസ്, അതേപോലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവും, എന്തെങ്കിലും പ്രസൻറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ളത്, അല്ലെങ്കിൽ കമ്പനിയും കോൺഫറൻസസിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിങ്ങൾ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഏസ് ഓഫ് കപ്സ് എനർജി ആൻഡ് കിങ് ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡെസ്റ്റിനി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ തലയിലെടുത്ത് അല്ലെങ്കിൽ ഡെസ്റ്റിനി തന്നെ മാറാൻ ചാൻസസ് ഉള്ള ചില കാര്യങ്ങൾ ഈ ഒരു സമയം, അതാണ് നേരത്തെ പറഞ്ഞ ഒരു വലിയൊരു സ്പാർക്ക് വരുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നിങ്ങളുടെ തലയിലെഴുത്ത് മാറ്റിമറിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില യാത്രയിൽ നിന്ന് കിട്ടുന്ന ചില കാര്യങ്ങളാവാം, ചില സുഹൃത്തുക്കളാവാം, പരിചയപ്പെടുന്ന വ്യക്തികൾ. ഈ പരിചയപ്പെടുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിന് ഇങ്ങോട്ടേക്ക് ജീവിതം എങ്ങനെയാണ്, എങ്ങോട്ടേക്കാണ്, എന്താണ് എന്നൊക്കെയുള്ളത് മനസ്സിലാക്കി തരുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അബണ്ടൻസ് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയമാണ് എല്ലാ അർത്ഥത്തിലും ഈ ഒരു മാസം എന്ന് പറയാം. ചിലപ്പോൾ ശമ്പള വർധനവോ കാര്യങ്ങളും പുതിയ ജോലി കിട്ടുന്നതായിരിക്കും, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. സർക്കാർ ജോലിയുടെ ഒരു സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. ഈവൻ വളരെ ഹൈ പോസ്റ്റ്, ഇപ്പോൾ എല്ലാവർക്കും അല്ലെങ്കിൽ ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ IAS IPS അല്ലെങ്കിൽ ആ ലെവൽ, അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഡോക്ടറേറ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ വലിയ ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിലും ഒരു ഹയർ പോസ്റ്റ്, ഒരു ഹയർ മാനേജർ പോസ്റ്റിലേക്ക് കറിയുന്ന ഒരു സിറ്റുവേഷനും ആവാം ഇത് സൂചിപ്പിക്കുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ ഹൈ പ്രീസ്റ്റ് എനർജി ആൻഡ് 7 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ച്. ആൻസിസ്ട്രൽ, അതായത് നിങ്ങളുടെ പൂർവികർ നിങ്ങൾക്ക് പകർന്നു നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹം, ജ്ഞാനം നിങ്ങളിലേക്ക് നൽകിയിട്ടുള്ള പോസിറ്റിവിറ്റി, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് നൽകിയിട്ടുള്ള പല കാര്യങ്ങളും, പൂർവികരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നല്ല കാര്യങ്ങളും അത് നിങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുക. അതായത് കർമ്മം, പൂർവികരിൽ നിന്ന് പകർന്നു കിട്ടിയിട്ടുള്ള കർമ്മം, നല്ല കർമ്മത്തിൻ്റെ ഫലങ്ങൾ, അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന സമയമാണ്. പല യുക്തിയുക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, യുക്തിക്ക് നിരക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ വിശ്വാസങ്ങളും ആചാരങ്ങളും അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ളതോ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരൊക്കെ സംബന്ധിച്ച് കുറച്ചൊരു ആത്മീയതയിലേക്ക് ഭയങ്കരമായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആശ്രമങ്ങൾ അതുപോലെയുള്ള ഇടങ്ങളിലൊക്കെ സന്ദർശിക്കാനും ഒക്കെ ഉള്ളൊരു ചാൻസസ് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈസ് ഓഫ് കപ്സ് ആൻഡ് കിങ് ഓഫ് വോൺസ് എനർജിയാണ്. എല്ലാം വളരെ പ്രാക്ടിക്കലാണ്. അടുത്തിടയ്ക്കായിട്ട് കുറച്ച് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ അനുഭവിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു മാസം പൊതുവേ ഒരു സമാധാനത്തിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, കുറേ നാളത്തെ ടെൻഷൻസും കാര്യങ്ങളൊക്കെ തീറും, എല്ലാ ടെൻഷൻസും ഒക്കെ ഒതുങ്ങി സമാധാനവും സ്വസ്ഥമായിട്ടുള്ളൊരു ഒരു ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു സമയമാണ്. ദൈവാനുഗ്രഹം വേണ്ടുള്ളൊരു സമയമാണ്. അത് നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റും.
അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ധനലാഭം നിങ്ങളിലേക്ക് വരുന്നത്. അബണ്ടൻസ് നേരത്തെ പറഞ്ഞിരുന്നു, പക്ഷെ നേരെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതും ഒത്തിരി നിങ്ങൾക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾ വളരെയധികം ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ച ഒരു ഇടത്ത് പോകുന്നുണ്ട്. യാത്ര അത് സ്പിരിച്വൽ ആവാം, അല്ലെങ്കിൽ മനസ്സിന് ഒത്തിരി ഇമോഷണലി സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു യാത്രയാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.